നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ വേഷം കെട്ടലൊന്നും എന്നോട് വേണ്ട. നിനക്ക് നിന്റെ അച്ഛന്റെ ജീവന് പകരം എന്റെ കുട്ടന്റെ ജീവൻ എടുക്കണം. അതിനു വേണ്ടിയല്ലേ സ്വന്തം അമ്മ കൂടെ വരാൻ പറഞ്ഞിട്ട് പോലും അതനുസരിക്കാതെ മനസ്സിൽ വൈരാഗ്യത്തോടെ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മുത്തശ്ശൻ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടെ ചെയ്യുന്നതല്ല സൽക്കർമ്മങ്ങളാണെന്നല്ലേ നീ അവകാശപ്പെടുന്നത്? അമ്മേ, അമ്മ ദേവികയെ പറയാൻ അനുവദിക്കണം. സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തി പലതവണ സിദ്ധുവിനെ ദേവിക രക്ഷിച്ചൊന്നും അമ്മ മറന്നുപോകരുത്. സിദ്ധുവിനെ രക്ഷിക്കുക, അവന്റെ അസുഖം ഭേദമാക്കുക, അതാണ് ദേവികയുടെ ലക്ഷ്യം തന്നെ. അതിവള് നിരവധി തവണ തെളിയിച്ചതുവാ. സിദ്ധുവാണ് ദേവികയുടെ പ്രാണൻ. അതുകൊണ്ട് അമ്മ ഒരിക്കലും ദേവിക ഇങ്ങനെ ക്രൂരമായി കുറ്റപ്പെടുത്തരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതല്ലാതെ മറ്റേത് രീതിയിലാ അവള് സിദ്ധുവിനോടുള്ള ആത്മാർത്ഥത തെളിയിക്കേണ്ടത്? അമ്മ തന്നെ അത് പറയേ. പറ അമ്മേ. ജാനകി, നീ അന്ധമായി ദേവികയെ വിശ്വസിക്കുന്നതുകൊണ്ടാ ഇവള് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നീ ഇവളെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് ഇവള് കാണിച്ച ഉത്തരവാദിത്വ കുറവിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ മതിയാവും. ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാൻ പറയുന്ന സകല ജോലികളും എന്നെ അനുസരിച്ച് ഇവള് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇവൾക്ക് സിദ്ധുവിനോടും ഈ കുടുംബത്തോടും ആത്മാർത്ഥതയില്ലെന്നർത്ഥം. ചേച്ചി, ചേച്ചി എന്തായാലും വെല്ലുവിളി സ്വീകരിക്കണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ചേച്ചിയുടെ ഉദ്ദേശശുദ്ധി നമുക്ക് ഒരുമിച്ച് തന്നെ തെളിയിക്കാം. ചേച്ചിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായിക്കാം. ഇതെനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഗോപു. ഇത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇതിലെനിക്ക് ആരുടെ സഹായം വേണ്ട. പക്ഷേ അവസാനം സത്യം മാത്രമേ ജയിക്കൂ, അതെനിക്ക് ഉറപ്പുണ്ട്. എന്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനും കുട്ടനെ രക്ഷിക്കാനും ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുത്തശ്ശി നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ആദ്യം പൂർത്തിയാക്ക്. വീട് മുഴുവൻ തുടയ്ക്കണം. അമ്മേ, ഇത് അന്യായമാ. ദേവികയോട് ഇത്രയും ക്രൂരത ദേവി ചെയ്ത് അമ്മ കാണിക്കരുത്. ഇതേ അന്യായമൊന്നുമല്ല. ജാനകിക്ക് ദേവികയോടുള്ള അന്ധമായ വിശ്വാസം മാറ്റിയെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ആ, ഞാൻ പറഞ്ഞത് നീ ചെയ്യ. വാ മാലാഖേ, നമുക്ക് പോവാം. വാ. എത്ര വലിയ ഓഫീസായത്! ശരിക്കും ഒരു റോയൽ ലുക്ക് തന്നെ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാ. ഇതുപോലൊരു ഓഫീസ് ഏതോ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൽ എത്തിയതുപോലെയുണ്ട്. ഇവിടെ പരമാവധി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം. നല്ലവണ്ണം പണം സമ്പാദിക്കണം. പണം സമ്പാദിച്ച് എനിക്കിതുപോലൊരു കമ്പനി ഇടണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് നടത്തിയെടുക്കും. ഗുഡ് മോർണിംഗ്. അനിഷേട
അനീഷേട്ടന്റെ ജോലി എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞങ്ങൾ അനീഷേട്ടന് വിശദമായിട്ട് പറഞ്ഞുതരാം. അനീഷേട്ടന് ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം. സന്തോഷം, വളരെ വളരെ സന്തോഷം. ഇതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, ദേവിക ചേച്ചിയോടാ. ദേവിക ചേച്ചിയാ ഈ ജോലി അനീഷേട്ടന് നൽകണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ചേച്ചിക്ക് അഭിമാനമാവുന്ന തരത്തിൽ വളരെയധികം ഡെഡിക്കേറ്റീവായി ഏട്ടനിവിടെ വർക്ക് ചെയ്യണം. തീർച്ചയായും. ഇനി ഞാൻ കാരണം ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. പഴയതുപോലെയുള്ള ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാവില്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ തന്നെ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരിക്കും. എന്നാ അനീഷേട്ടൻ പോയി ജോലി തുടങ്ങിക്കോ. ആ, ദേവികേച്ചിക്ക് ഈ കഷ്ടപ്പാടൊന്നും പോരാ, ഇതിലും ഇരട്ടിയായിട്ട് അനുഭവിക്കണം. അതിനെന്താ ഒരു മാർഗം? അയ്യോ, കോഫി താഴെ വീണുപോയല്ലോ. ചേച്ചി, ഇതും കൂടെ ഒന്ന് തുടക്കണേ. കോഫി തറയിൽ വീണുപോയി. ഇതിവിടെ കിടന്നാലേ കറയാവും. നീ എന്താടി കാണിച്ചത്? ഞാനെന്ത് കാണിച്ചോന്ന്? നീ കാണിച്ചതൊക്കെ ഞാൻ കണ്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.